എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പടിഞ്ഞാറൻ ഏഷ്യ യൂറോപ്യൻ സാമ്രാജ്യത്വത്തിന്റെ നിഴലിൽ എന്ന അധ്യായമാണ്. ഈ അധ്യായത്തിൽ നമ്മൾ പടിഞ്ഞാറൻ ഏഷ്യയുടെ ചരിത്രവും യൂറോപ്യൻ സാമ്രാജ്യ ശക്തികൾ ഈ പ്രദേശത്ത് എങ്ങനെ സ്വാധീനം ചെലുത്തി തുടങ്ങിയ കാര്യങ്ങളാണ് പഠിക്കുന്നത്. നിങ്ങളെപ്പോഴെങ്കിലും മിഡിൽ ഈസ്റ്റ് അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഏഷ്യ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ റീജിയനുകളുടെ പ്രത്യേകതകൾ? രാഷ്ട്രീയപരമായും ഭൂമിശാസ്ത്രപരമായും ഈ പ്രദേശത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമുക്ക് ഓരോ വിഷയവും വിശദമായി പഠിക്കാം. നെപ്പോളിയന്റെ ഈജിപ്റ്റ് ആക്രമണം. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് നെപ്പോളിയന്റെ ഈജിപ്റ്റ് ആക്രമണമാണ്. 1798-ൽ നെപ്പോളിയൻ ഈജിപ്റ്റ് ആക്രമിക്കുമ്പോൾ എന്തായിരുന്നു അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ? ഫ്രഞ്ച് സാമ്രാജ്യത്തിന് ഈജിപ്തിനെ ഒരു കോളനിയാക്കി മാറ്റാനും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കച്ചവടപാതകൾ തടസ്സപ്പെടുത്താനും നെപ്പോളിയൻ ആഗ്രഹിച്ചു. ഈ ആക്രമണം ഈജിപ്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. ഈജിപ്തുകാർക്ക് പുതിയ സാങ്കേതിക വിദ്യകളും ആശയങ്ങളും പരിചയപ്പെടുത്തിക്കൊടുത്തു. ഫ്രഞ്ച് പണ്ഡിതന്മാർ ഈജിപ്ഷ്യൻ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഇതിന്റെ ഫലമായി ഈജിപ്തിലെ ഒരുപാട് ഇന്റലിജൻസിയ ഉണർന്നു. മുഹമ്മദ് അലിയുടെ ഭരണം. നെപ്പോളിയന്റെ ആക്രമണത്തിന് ശേഷം മുഹമ്മദ് അലി എന്നൊരു ഭരണാധികാരി ഈജിപ്തിൽ ഉയർന്നുവന്നു. ആരായിരുന്നു മുഹമ്മദ് അലി? അദ്ദേഹം ഈജിപ്തിനെ ആധുനികവൽക്കരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പുതിയ ഫാക്ടറികൾ സ്ഥാപിച്ചു, കൃഷി മെച്ചപ്പെടുത്തി, വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ ഈജിപ്ത് ഒരു ശക്തമായ രാജ്യമായി വളർന്നു. അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ കാര്യങ്ങളിൽ ഒന്നാണ് സൂയസ് കനാൽ നിർമ്മാണം. ഈ കനാൽ മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും തമ്മിൽ ബന്ധിപ്പിച്ചു. ഇത് ലോകവ്യാപാരത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. ബ്രിട്ടീഷ് അധിനിവേശം. എന്നാൽ ഈജിപ്തിന്റെ ഈ വളർച്ച ബ്രിട്ടീഷുകൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവർ ഈജിപ്തിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു. 1882-ൽ ബ്രിട്ടൻ ഈജിപ്ത് ആക്രമിച്ചു. ഈജിപ്ത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായി. എന്തുകൊണ്ടാണ് ബ്രിട്ടൻ ഈജിപ്ത് ആക്രമിച്ചത്? അവർക്ക് സൂയസ് കനാലിന്റെ നിയന്ത്രണം നേടണമായിരുന്നു. അതുപോലെ ഈജിപ്തിലെ തങ്ങളുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കണമായിരുന്നു. ബ്രിട്ടീഷ് ഭരണം ഈജിപ്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അവർ ഈജിപ്തിന്റെ ഭരണം, വിദ്യാഭ്യാസം, സാമ്പത്തിക മേഖല എന്നിവയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചു. എന്നാൽ ഈജിപ്തുകാർക്ക് ഇത് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ തുടങ്ങി. ഈജിപ്ഷ്യൻ ദേശീയതയുടെ വളർച്ചയ്ക്ക് ഇത് കാരണമായി. അറബ് ദേശീയത. ഇനി നമുക്ക് അറബ് ദേശീയതയെക്കുറിച്ച് പഠിക്കാം. എന്താണ് അറബ് ദേശീയത? അറബികൾ ഒരു ജനതയാണെന്നും അവർക്ക് സ്വന്തമായൊരു രാജ്യം വേണമെന്നുമുള്ളൊരു ചിന്താഗതിയാണ് അറബ് ദേശീയത. ഈ ചിന്താഗതി മിഡിൽ ഈസ്റ്റിലെ പല ആളുകളെയും ഒന്നിപ്പിച്ചു. അറബ് ദേശീയവാദികൾ യൂറോപ്യൻ ശക്തികൾക്കെതിരെ പോരാടി. അവർക്ക് സ്വയം ഭരണം വേണമായിരുന്നു. ഈ പ്രസ്ഥാനം മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ ഭൂപടത്തെ മാറ്റിമറിച്ചു. സയണിസം, ബാൽഫർ പ്രഖ്യാപനം. അടുത്തതായി നമ്മൾ സൈനിസത്തെക്കുറിച്ചും ബാൽഫർ പ്രഖ്യാപനത്തെക്കുറിച്ചും പഠിക്കുന്നു. സയണിസം എന്നാൽ എന്താണ്? പാലസ്തീനിൽ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള ജൂതന്മാരുടെ പ്രസ്ഥാനമാണ് സയണിസം. ബാൽഫർ പ്രഖ്യാപനം 1917-ൽ ബ്രിട്ടീഷ് സർക്കാർ പുറത്തിറക്കിയ ഒരു പ്രസ്താവനയാണ്. ഈ പ്രസ്താവനയിൽ പാലസ്തീനിൽ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നതിനെ ബ്രിട്ടൻ പിന്തുണച്ചു. ഈ പ്രഖ്യാപനം മിഡിൽ ഈസ്റ്റിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി. സൈക്സ്-പിക്കോട്ട് ഉടമ്പടി. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടനും ഫ്രാൻസും ഒരു രഹസ്യ ഉടമ്പടി ഉണ്ടാക്കി. അതാണ് സൈക്സ്-പിക്കോട്ട് ഉടമ്പടി. ഈ ഉടമ്പടി പ്രകാരം മിഡിൽ ഈസ്റ്റിനെ അവർ രഹസ്യമായി പങ്കിട്ടെടുത്തു. ഈ ഉടമ്പടി അറബ് ജനതയെ വഞ്ചിക്കുന്നതിന് തുല്യമായിരുന്നു. കാരണം അവർക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്തിട്ട് യൂറോപ്യൻ ശക്തികൾ ഈ പ്രദേശം പങ്കിട്ടെടുക്കുകയായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധാനന്തരമുള്ള സ്ഥിതി. ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷം മിഡിൽ ഈസ്റ്റിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഓട്ടോമൻ സാമ്രാജ്യം തകർന്നു. പുതിയ രാജ്യങ്ങൾ രൂപീകരിച്ചു. എന്നാൽ ഈ രാജ്യങ്ങൾക്കെല്ലാം യൂറോപ്യൻ ശക്തികളുടെ നിയന്ത്രണമുണ്ടായിരുന്നു. ഫ്രഞ്ച് മാൻഡേറ്റ്, ബ്രിട്ടീഷ് മാൻഡേറ്റ് എന്നിങ്ങനെ പലതരം ഭരണരീതികൾ ഈ പ്രദേശത്ത് നിലവിൽ വന്നു. ഇത്രയുമാണ് ഈ അധ്യായത്തിലെ പ്രധാന വിഷയങ്ങൾ. നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? യൂറോപ്യൻ സാമ്രാജ്യത്വം മിഡിൽ ഈസ്റ്റിനെ എങ്ങനെ സ്വാധീനിച്ചു? നെപ്പോളിയന്റെ ഈജിപ്ത് ആക്രമണം, മുഹമ്മദ് അലിയുടെ ഭരണം, ബ്രിട്ടീഷ് അധിനിവേശം, അറബ് ദേശീയത, സൈനിസം, ബാൽഫർ പ്രഖ്യാപനം, സൈക്സ്-പിക്കോട്ട് ഉടമ്പടി, ഒന്നാം ലോക മഹായുദ്ധാനന്തരമുള്ള സ്ഥിതി എന്നിവയെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. നന്ദി. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.